വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു നാടൻ കറിയാണ്, പാവയ്ക്ക പാൽക്കറി. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. പാവയ്ക്ക പാൽക്കറി വയ്ക്കാനായി ഞാനിവിടെ 2 പാവയ്ക്ക കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്, അത് നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സവാള നീളത്തിൽ അരിഞ്ഞത് കേട്ടോ, അതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. സവാളയൊന്നും അധികം മുരിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ സവാളയും പച്ചമുളകും ഇഞ്ചി വേപ്പില എല്ലാം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മല്ലിപ്പൊടി നമ്മൾ ആദ്യം ഇട്ടത് എന്താണെന്ന് വെച്ചാൽ മല്ലിപ്പൊടി മൂത്ത് കിട്ടാനായിട്ട് കുറച്ച് സമയം പിടിക്കും കേട്ടോ. അതുകൊണ്ടാണ് ആദ്യം മല്ലിപ്പൊടി ഇട്ടത്. അപ്പോൾ ഇതൊന്ന് ശരിക്കും ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മല്ലിപ്പൊടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പാവയ്ക്ക ഇടാം കേട്ടോ. ഈ പാവയ്ക്ക പാൽക്കറിയിൽ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ. നിങ്ങളത് ചെയ്ത് നോക്കണം. ഞാനിവിടെ സ്ഥിരം ഉണ്ടാക്കാറുള്ളതാണ്. അപ്പോൾ ഞാൻ ഓർത്ത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാതെ എങ്ങനെയുണ്ട് ഈ ടേസ്റ്റ് എന്ന് നിങ്ങൾക്കും അറിയാമല്ലോ. ഇപ്പോൾ മസാലകളുടെ പച്ചമണം എല്ലാം പോയി. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പാവയ്ക്ക ഒന്ന് ചെറുതായിട്ട് ഇതിൽ കിടന്നൊന്ന് വാടി വരണം കേട്ടോ. ഞാൻ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 2ാം പാലാണ്. അത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നാളികേരത്തിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് അരച്ച് പിഴിഞ്ഞ് 2ാം പാലായിട്ട് ഞാൻ 2 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലാട്ടോ വെച്ചിരിക്കുന്നത്. നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ പാവയ്ക്കക്കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നന്നായി തിളച്ചു. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഒരു 2 മിനിറ്റും കൂടെ ഇതേപോലെ തന്നെ മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് തുറക്കാം. പാവയ്ക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ 1 കപ്പാട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അല്പം വിനീഗർ ഒഴിച്ചു കൊടുക്കണം. വിനീഗർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 1ാം പാൽ ഒഴിച്ചിരിക്കുന്നതുകൊണ്ട് ഇനി അത് അധികം തിളയ്ക്കണ്ട കേട്ടോ. തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ ഇത് മൺകലായതുകൊണ്ട് ഇതിനകത്ത് തിളച്ച് വന്നാൽ വീണ്ടും ഇരുന്ന് തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വറ്റിപ്പോവും. അപ്പോൾ നമുക്ക് തിളയ്ക്കാൻ പോകുന്നു കാണുമ്പോൾ തന്നെ ഇത് ഓഫ് ചെയ്യാം കേട്ടോ. ചെറുതായി തിളച്ച് തുടങ്ങുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഉപ്പ് അല്പം കുറവുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാം. പുളിയൊക്കെ കൃത്യം കേട്ടോ. ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്നും ഇറക്കി വയ്ക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കടുക് താളിച്ചിടാം. ഒരു ചെറിയ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും 6 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞെടുത്തതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ഉണക്കമുളക് 2ആയി കീറിയതും ഇട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാവയ്ക്കക്കറിയിലേക്ക് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ പാവയ്ക്ക പാൽക്കറി റെഡി ആയിട്ടോ. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ പാവയ്ക്ക പാൽക്കറി തയ്യാറാക്കി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ ജുലീനാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.